ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്ലം കേക്കാണ്. നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ക്യാരമൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു പാത്രം വയ്ക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീരെ വെള്ളമൊന്നും പാടില്ല, പഞ്ചസാര മാത്രമായിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരമലൈസ് ചെയ്യുന്നത് വേഗമായി കിട്ടും. പഞ്ചസാര എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ക്യാരമലൈസ് ചെയ്ത് കറക്റ്റായിട്ട് വരണം. അതിന് കയ്പൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് പയ്യെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ സമയം എടുത്ത് പയ്യെ ക്യാരമലാക്കി എടുക്കുക. പക്ഷെ ക്യാരമലാക്കുമ്പോൾ പയ്യെ ചെയ്താൽ മതി, അതായത് തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ നല്ല കളറാവുകയും വേണം. ഈ കളർ കൊണ്ടാണ് നമ്മുടെ കേക്കിന് ഒരു പ്രത്യേകതരം കളറ് കിട്ടുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. തീയപ്പോൾ ഏറ്റവും ലോയിലാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ നല്ല കളറാക്കി എടുക്കാൻ വേണം. ഇതാണ് നമ്മുടെ ക്യാരമലിൻ്റെ കളറ്. ഈ ഒരു കളറാവുന്നവരെ ക്യാരമലൈസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെയും കളർ മാറിക്കും. ഈ ഒരു കളറിൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ 1/2 കപ്പ് ഷുഗറാണ് എടുത്തത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട് തീ എന്തായാലും ഓഫ് ചെയ്യണം. പിന്നെ കുറച്ച് നീങ്ങി നിന്നിട്ട് ഒഴിക്കാം, കാരണം പഞ്ചസാര ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പയ്യെ സൂക്ഷിച്ച് ഒഴിക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തിളച്ച് വന്നു. അപ്പോൾ ആ ഒരു ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തീ ഓണാക്കി ഇത് ജസ്റ്റ് ഒന്നുകൂടെ ചൂടാക്കാം. കാരണം ഈ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിപ്പോൾ ചെറുതായിട്ട് കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് മിക്സായി വരും. ഇപ്പം ഞാൻ എന്താ തീ ഓണാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. സൈഡിലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാറണം. കാരണം ഈ പഞ്ചസാര ആയതുകൊണ്ട് നല്ല ചൂടായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. ഇത് ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫ്രൂട്ട്സാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇത് മിക്സഡ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഈന്തപ്പഴമാണ്. പിന്നെ 1/4 കപ്പ് ചെറി, അതുപോലെ തന്നെ 1/2 കപ്പ് കറുത്ത മുന്തിരി കുരുല്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. 2 ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു മീഡിയം സൈസ് ഉള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ്, അതായത് തീരെ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് ഈ ഫ്രൂട്ട്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കും. ഇനി ഇത് നമുക്ക് ജ്യൂസിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കാം. പക്ഷെ ഞാനിതിപ്പോൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്.
ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ജ്യൂസിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ട് ഈ ജ്യൂസ് മുഴുവനായിട്ട് ഇത് വറ്റി വരണം. അതുവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ജ്യൂസ് എല്ലാം വറ്റി നല്ല വറ്റിച്ചെടുക്കണം. ഇതുപോലെ ജ്യൂസ് ഫുള്ള് വറ്റി വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് മുഴുവൻ അറിയതിന് ശേഷമേ നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പഞ്ചസാര പൊടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക, അതുപോലെ തന്നെ 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള പട്ട എടുത്തിട്ടുണ്ട്, ഇതും ചെറിയ കഷ്ണമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. തീരെ തരിയില്ലാതെ നല്ല രീതിക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഒരൊറ്റ തവണ അരിക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാച്ചസ് ആയിട്ട് ചേർക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റാക്കിയിട്ടുള്ളൂ, ഒരു 1 മിനിറ്റിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരം മെൽറ്റ് ചെയ്ത ബട്ടർ 1/2 കപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസാണ്. ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരമൽ ചേർത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ്. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂം ബദാമും എടുത്തിട്ടുണ്ട്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ യൂസ് ചെയ്യണ്ട. ഇനി ഇത് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മൈദയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇതുപോലെ പയ്യെ മിക്സ് ചെയ്യണം, ഒരുപാട് ഹാർഡായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കാണിച്ചത്. ഇപ്പോൾ കണ്ടോ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പൊടി മൊത്തം മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് മുഴുവനായിട്ടും ചൂടാറിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുറച്ച് കാഷ്യൂം ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ പൊടി ഇങ്ങനെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സ് ജസ്റ്റ് ഒന്ന് കോട്ടായ പോലെ ഇരിക്കാനാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ താഴെ പോയിട്ട് സെറ്റിലാവും ബാറ്ററിൻ്റെ. അപ്പോൾ അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടി നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ട് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ബാറ്ററാണ്. ഈ ഒരു രീതിക്ക് തന്നെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത്ര ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമല്ലെങ്കിൽ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്താം. ഇനി നമ്മൾ ഈ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേക്ക് ടിന്ന് നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് താഴെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ പകർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂം കുറച്ച് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഇത് നടുക്കുന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇന്ന് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സെയിം കേക്ക് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ OTG ഇല്ലാത്തവർ അത് നോക്കി ചെയ്ത് നോക്കാം. ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി ഓവൻ്റെ സെറ്റിംഗ് പറഞ്ഞുതരാം. നമ്മുടെ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തതാണ്. പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ താഴത്തെയും മേലത്തെയും കോയിൽ ചൂടാവുന്ന രീതിയിൽ 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നേരം വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വയ്ക്കണം താഴത്തെ ട്രേയിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ഓവൻ്റെ ട്രേയിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്രേയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും ലാസ്റ്റത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കേക്കിന് ഒരു കുറച്ച് മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കേക്ക് വെക്കാൻ പോകുന്നത് സെൻറ്ററിലുള്ള റാക്കിലേക്കാണ്. സെൻറ്റർ റാക്കിലേക്ക് നമുക്ക് ബാറ്ററുള്ള ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ വെക്കാൻ പോകുന്നത് 160 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ടെമ്പറേച്ചർ തന്നെയാണ്. അതിൽ താഴത്തെ കോയിൽ മാത്രം ചൂടാവുന്ന സെറ്റിങ്ങിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 40 മിനിറ്റ്സ് ഫസ്റ്റ് വെച്ച് കൊടുക്കാം. എന്തായാലും അതിനൊക്കെ കൂടുതൽ ടൈം എടുക്കും, കാരണം നമ്മുടെ കേക്ക് കുറച്ച് ഡെൻസാണ്. അപ്പോൾ ഫസ്റ്റ് 40 മിനിറ്റ്സ് വയ്ക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ടൈം എടുത്തത് 1 മണിക്കൂറും 15 മിനിറ്റുമാണ്.
അപ്പോൾ ലാസ്റ്റത്തെ 10 മിനിറ്റ് ഞാനിപ്പോൾ ഈ മേലെയും താഴെയും ഹീറ്റ് ആവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായി ലാസ്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ. കാരണം ഇപ്പോൾ നമ്മുടെ മേലെയുള്ള കാഷ്യൂ ഒക്കെ ചെറിയൊരു റോസ്റ്റ് ആയിട്ടുള്ള പോലെ ഒരു ലുക്ക് വരും. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കാം. ഉണ്ടോ, ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആവണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന് ചൂട് മുഴുവനായിട്ട് പോയിട്ടുണ്ട്. നല്ല നമുക്ക് തൊട്ടാലും തീരെ ചൂടില്ലാത്ത ആ ഒരു ടൈപ്പിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഡിമോൾഡ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാം.